ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഡൈനാമിക് കോമ്പറ്റീഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് ഫേംസ് തമ്മിൽ കമ്പീറ്റ് ചെയ്യുന്ന മത്സരിക്കുന്ന ഒരു അവസ്ഥയാണിത്. അതായത് ഫേംസ് തമ്മിൽ താൽക്കാലികമായിട്ട് ഒരു പ്രൈസ് വാർ നടത്താതെ ലോങ് ടേമിൽ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ടെക്നോളജിയൊക്കെ നല്ല രീതിയിൽ വികസിപ്പിച്ചെടുത്ത് ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ട് അവരൊരു ഇന്നോവേഷനൊക്കെ നടത്തി പുതിയ ടെക്നോളജിയെ കൊണ്ടുവന്ന് അങ്ങനെ ഒരു മത്സര രീതി അവലംബിക്കുന്നതിനാണ് ഡൈനാമിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇതിനെപ്പറ്റി വിശദമായിട്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. Dynamic competition. Dynamic competition refers to a market situation where firms constantly innovate and adapt over time rather than just competing on പ്രൈസ് ഓർ ക്വാണ്ടിറ്റി അറ്റ് എ സിംഗിൾ പോയിന്റ്. ഞാൻ പറഞ്ഞില്ല, ഒരു സിംഗിൾ പോയിന്റിൽ ഒരു ക്വാണ്ടിറ്റിയുടെ കാര്യത്തിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഞങ്ങളാണ്, മാർക്കറ്റ് ഷെയർ പിടിക്കാൻ പോകണം, അങ്ങനെ മത്സരിക്കാതെ, അല്ലെന്നുണ്ടെങ്കിൽ വില കുറച്ച് വിൽക്കുന്ന ഞങ്ങളാണ്, അങ്ങനെ മത്സരിക്കാതെ ഒരു ലോങ് ടേം ആയിട്ട് ഇന്നോവേഷൻ നടത്തി ഒരു ടെക്നോളജി അഡാപ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണിത്. ഇറ്റ് ഫോക്കസസ് ഓൺ ലോങ് ടേം സ്ട്രാറ്റജീസ് ലോങ് ടേം സ്ട്രാറ്റജീസ് ഞാൻ താഴെ പറയാൻ പോകുന്നതാണ്. ഏതൊക്കെയാണ്? ഇന്നോവേഷൻ, പുതിയ കണ്ടെത്തലുകൾ, പുതിയ പ്രൊഡക്ട്സ്, പുതിയ ടെക്നോളജികൾ, അല്ലെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ, പല പ്രൊഡക്റ്റുകൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കണ്ടെത്തുക, കസ്റ്റമർ ലോയൽറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, ബ്രാൻഡിങ് കൊണ്ടുവരിക, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ്, അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുക, മാർക്കറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ്. ഓക്കെ, അതൊരു പുതിയ മാർക്കറ്റിലേക്ക് എൻട്രി വെച്ചാൽ മാർക്കറ്റ് എൻട്രി വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് ഇന്നോവേഷൻ ആണ് പറയുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് ഈ ലോങ് ടൈം ആയിട്ടുള്ള സ്ട്രാറ്റജീസിൽ വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കീ ഫീച്ചേഴ്സ് നോക്കാം. ഈ ഡൈനാമിക് കോമ്പറ്റീഷന്റെ കീ ഫീച്ചേഴ്സ് അല്ല, ആദ്യത്തേത് ഇന്നോവേഷൻ ബേസ്ഡ് റൈവൽറി ആണ്. ഏറ്റവും ബെസ്റ്റ് ഒരു ഉദാഹരണം ഇതിലുണ്ട് കേട്ടോ. അതായത് ഫേംസ് ട്രൈ ടു ഔട്ട് പെർഫോം അതേഴ്സ് ബൈ ബീയിങ് ഫസ്റ്റ് വിത്ത് ന്യൂ പ്രൊഡക്ട്സ്. ഞങ്ങളാണ് പുതിയ പ്രൊഡക്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇങ്ങനെ പുതിയ പ്രൊഡക്റ്റുകൾ കൊണ്ടുവന്നിട്ട് മറ്റ് ഫേമിനെ ഔട്ട് പെർഫോം, അവരെ വളരാൻ അനുവദിക്കാതെ ഇവർ കയറി വരുന്ന ഒരു അവസ്ഥ. അതായത് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമുക്കറിയാം, ആപ്പിൾ വേഴ്സസ് സാംസങ്. ഓക്കെ, അപ്പം കൂടുതൽ ആരാണ് പുതിയ ടെക്നോളജികൾ കൊണ്ട് വരുന്നത് എന്നുള്ള മത്സരം ഇപ്പോഴും നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്, ഈ ഡൈനാമിക് കോമ്പറ്റീഷൻ്റെ പ്രത്യേകതയാണ് കേട്ടോ. അടുത്തത് ചേഞ്ചിങ് മാർക്കറ്റ് സ്ട്രക്ചർ ആണ്. മാർക്കറ്റ് സ്ട്രക്ചർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഡോമിനന്റ് ഫേംസ് എന്ത് ചെയ്യും? ടുഡേ മേ ലൂസ് ഗ്രൗണ്ട് ടുമോറോ. ഇന്ന് ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഫേംസ് നാളെ അവർക്ക് അവരുടെ ഗ്രൗണ്ട് നഷ്ടപ്പെടും. ഏറ്റവും ബെസ്റ്റ് ഇതാണ് നോക്കിയ. ഇപ്പം അതിന്റെ ഒരു അഡ്രസ് പോലും ഇല്ല. നോക്കിയ ലോസ്റ്റ് ടു ആൻഡ്രോയിഡ് ഫോൺസ്. നോക്കിയക്ക് ഈ ആൻഡ്രോയിഡ് ഫോൺ വന്നപ്പോൾ അവരുടെ കച്ചവടം കൂട്ടി. അടുത്തത് ബാരിയേഴ്സ് ചേഞ്ച് ഓവർ ടൈം. ഇത് ബാരിയേഴ്സ് ഇല്ലേ, അത് എന്തെങ്കിലും ബാരിയേഴ്സ്, അത് തടസ്സങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതാണ് ഞാൻ പറയാം. അതായത് ടുഡേസ് കോമ്പറ്റീറ്റീവ് എഡ്ജ് മൈറ്റ് ഫെയ്ഡ്. അപ്പൊ ഇന്ന് ഇവർക്കൊരു കോമ്പറ്റീറ്റീവ് എഡ്ജ് ഉണ്ട്. അതായത് ഇവരുടെ ഇപ്പം ഉദാഹരണത്തിന് ആപ്പിളിന്റെ ഒരു ഒരു ക്ലാരിറ്റിയാണ് അതിന്റെ ഒരു കോമ്പറ്റീറ്റീവ് എഡ്ജ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു എടുത്തു പറയാൻ പറ്റുന്ന ഒരു ബ്രാൻഡ് കോണ്ടന്റ് എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പം അതായത് ആ ഒരു സംഗതി എന്ന് പറയുന്നത് അത് ഫെയ്ഡ് ആവും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു കോമ്പറ്റീവ് എഡ്ജ് ഫെയ്ഡ് ആവും, ആ ഒരു ബ്രാൻഡ് ഫെയ്ഡ് ആവും. അടുത്തത് ലേണിംഗ് ബൈ ഡൂയിങ് ആണ്. അത് ചെയ്തുകൊണ്ട്, അതായത് ഒരു പുതിയ കണ്ടെത്തൽ നടത്തിക്കൊണ്ട് പഠിക്കുന്ന ഒരു അവസ്ഥ. അതായത് ഫേംസ് ഇംപ്രൂവ് പ്രോസസ്സസ് ആൻഡ് പ്രൊഡക്ട്സ് ഓവർ ടൈം. അതായത് ഫേംസുകൾ എന്തുകൊണ്ടിരിക്കും? പ്രൊഡക്റ്റ് ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഐഫോൺ 13, 14, 15 ഒക്കെ വരുന്നത് പോലെ. ഓക്കെ, അങ്ങനെ ഇതൊക്കെ ഡൈനാമിക് കോമ്പറ്റീഷന്റെ പ്രത്യേകതകളാണ്. ഇനി നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസ് നോക്കാം. അതിൽ മികച്ച എക്സാമ്പിളുകളാണ്. ഒന്നാമത്തെ ടെക് ഇൻഡസ്ട്രി, ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി. ആപ്പിൾ ആൻഡ് ഗൂഗിൾ കണ്ടിന്യൂലി ഇംപ്രൂവ് ഡിവൈസസ്. നമുക്കറിയാവുന്നതാണ്, നമുക്ക് അവരുടെ പ്രൊഡക്റ്റുകൾ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ആപ്പുകൾ, അതിൻ്റെ സർവീസുകളൊക്കെ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അടുത്ത ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയാണ്. ഷിഫ്റ്റ് ഫ്രം പെട്രോൾ ടു ഇലക്ട്രിക് കാർസ്. അതായത് ഓട്ടോമൊബൈൽ എന്ന് വെച്ചാൽ പല വാഹനങ്ങൾ ഇപ്പം അത് പെട്രോളിൽ നിന്ന് ഇലക്ട്രിക് കാറിലേക്ക് മാറാൻ പോകുമല്ലേ. ഇപ്പം ഉദാഹരണത്തിന് ടെസ്ല വേഴ്സസ് ട്രഡീഷണൽ ഓട്ടോമേക്കേഴ്സ്. ഓക്കെ, അപ്പോൾ ഇനി ടെസ്ലയൊക്കെ വരുമ്പോഴത്തേക്ക്, നമ്മുടെ എലോൺ മസ്കിന്റെ ടെസ്ലയൊക്കെ വരുമ്പോഴത്തേക്ക് മറ്റ് കാറുകളൊക്കെ റീപ്ലേസ്ഡ് ആവും. ഓക്കെ, അതൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്, അതിന്റെ എക്സാമ്പിൾസ് ആണ്. അത് ഫാർമ, കോൺസ്റ്റന്റ് റേസ് ടു ഡെവലപ്പ് ബെറ്റർ ഡ്രഗ്സ് എസ്പെഷ്യലി ആഫ്റ്റർ പേറ്റൻസ് എക്സ്പയർ. അതായത് പുതിയ നല്ല രീതിയിലുള്ള മെഡിസിൻസ് കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അത് പ്രത്യേകിച്ച് അതിന്റെ പേറ്റന്റ് ഒക്കെ എക്സ്പയർ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള മരുന്നുകൾ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. ഇനി നമുക്ക് സ്റ്റാറ്റിക് കോമ്പറ്റീഷനുമായിട്ടുള്ള ഇതിന്റെ ഡിഫറൻസ് നോക്കാം. അതായത് സ്റ്റാറ്റിക് കോമ്പറ്റീഷൻ ഡൈനാമിക് കോമ്പറ്റീഷൻ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇപ്പോൾ ആസ്പെക്ട് ആണ് കൊടുത്തേക്കുന്ന ഒരു ആസ്പെക്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ടൈം ഫ്രെയിം എന്ന ആസ്പെക്ട് വെച്ച് നോക്കുമ്പോഴത്തേക്ക് സ്റ്റാറ്റിക് കോമ്പറ്റീഷനിൽ ഷോർട്ട് ടൈം ആയിട്ടുള്ളതാണ്. അല്ലേ, വിലയുടെ കാര്യത്തിലും പ്രൊഡക്റ്റിന്റെ കാര്യത്തിലൊക്കെ ഷോർട്ട് ടൈമിൽ മത്സരിക്കുന്നത്. എന്നാൽ ഡൈനാമിക് കോമ്പറ്റീഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ലോങ് ടൈം ആയിട്ടുള്ളതാണ്. അടുത്ത ഫോക്കസ് എന്ന ആസ്പെക്ട് വരുമ്പോഴത്തേക്ക് അവർ സ്റ്റാറ്റിക് കോമ്പറ്റീഷൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന പ്രൈസ്, ഔട്ട്പുട്ട് എന്നിവയാണ്.
ഡൈനാമിക് കോമ്പറ്റീഷൻ ആണെങ്കിലോ ഇന്നവേഷൻ, പ്രൊഡക്റ്റ് എവല്യൂഷൻ, അതായത് പുതിയ കണ്ടെത്തലുകൾ, പിന്നെ ഉൽപ്പന്നത്തിന്റെ പുതിയ പുതിയ വെർഷൻസ്, മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് ഡൈനാമിക് കോമ്പറ്റീഷൻ വരുന്നത്. അടുത്തത് മാർക്കറ്റ് സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിക് കോമ്പറ്റീഷനിൽ ഫിക്സ്ഡ് ആയിരിക്കും, അതിന് ഡൈനാമിക് ഉള്ള നേച്ചർ അല്ല, അത് ചേഞ്ച് ആവുന്നില്ല. ഡൈനാമിക് കോമ്പറ്റീഷൻ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി ഇവോൾവിംഗ് ആണ്, അത് ഇവോൾവ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്, കുറച്ചുകൂടെ മെച്ചപ്പെട്ട് വരികയാണ് ചെയ്യുന്നത്. അടുത്തതെന്ന് പറയുന്നത് എൻട്രി എക്സിറ്റ് ഓഫ് ഫേംസ് ആണ്. ഇപ്പം സ്റ്റാറ്റിക് കോമ്പറ്റീഷൻ ആണെങ്കിൽ അസ്യൂംഡ് കോൺസ്റ്റന്റ്, അതായത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു, എൻട്രി എക്സിറ്റ് ഒക്കെ കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുന്നു. എന്നാൽ ഡൈനാമിക് കോമ്പറ്റീഷൻ ആണെന്നുണ്ടെങ്കിൽ ഓൺ ഗോയിങ് ആണ്, എൻട്രി എക്സിറ്റ് ഒക്കെ ഓൺ ഗോയിങ്, അത് എൻട്രി എക്സിറ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കും. വൈ ഇറ്റ് മാറ്റേഴ്സ്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്. ഇതെന്താണ് ഇങ്ങനെ ഡൈനാമിക് ആയിട്ട് കോമ്പറ്റീഷൻ നടത്തി കഴിഞ്ഞാൽ എന്താണ് അതിന്റെ പ്രയോജനം? അതായത് ഡൈനാമിക് കോമ്പറ്റീഷൻ എൻകറേജസ്, ഇത് എൻകറേജ് ചെയ്യുന്നത് ഗ്രേറ്റർ ഇന്നവേഷൻ, മനസ്സിലായില്ലേ? പുതിയ പുതിയ കണ്ടെത്തലുകൾ എൻകറേജ് ചെയ്യുന്നു. ലോങ് ടേം കൺസ്യൂമർ ബെനിഫിറ്റ്സ്, തീർച്ചയായിട്ടും പുതിയ പുതിയ പ്രൊഡക്റ്റ് വരുമ്പോഴത്തേക്ക് കൺസ്യൂമർ ബെനിഫിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ പ്രയോജനമുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ അതുകൊണ്ടാണ് ഇതിന് പ്രാധാന്യമുള്ളത്. മോർ വൈബ്രന്റ് ആൻഡ് എവോൾവിംഗ് മാർക്കറ്റ്, വൈബ്രന്റ് ആയിട്ടുള്ള, അതായത് പരിണമിച്ചു വരുന്ന നല്ല രീതിയിലുള്ള പുതിയ പുതിയ പ്രൊഡക്റ്റ് ഒക്കെ ഉള്ള നല്ലൊരു മാർക്കറ്റ് കൺസ്യൂമറിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.